കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ GCDAയും കൊച്ചി കോർപ്പറേഷനും വിജിലൻസിന്റെ കുരുക്കിലേക്ക്. ഇത് സംബന്ധിച്ച പരാതികളിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് വിജിലൻസ്. സ്റ്റേഡിയം വാടകയ്ക്ക് നൽകിയതിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയായിരുന്നു വിജിലൻസിന് പരാതി. മൃദംഗ വിഷ്ണു മെഗാ ഭരതനാട്യം പരിപാടിക്ക് കലൂർ സ്റ്റേഡിയം വിട്ടുനൽകുന്നതിന് ഉദ്യോഗസ്ഥർ എതിർത്തിട്ടും GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള നേരിട്ടിടപെട്ട് അനുമതി നൽകിയതിൽ അഴിമതിയും ക്രമക്കേടും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിജിലൻസിന് പരാതി ലഭിച്ചത്. ISL മത്സരങ്ങൾ നടക്കുന്നതിനാൽ മറ്റ് പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടുനൽകരുതെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതായിരുന്നു. സ്റ്റേഡിയത്തിന് വാടക നിശ്ചയിച്ചതടക്കം K ചന്ദ്രൻപിള്ളയായിരുന്നു. ലഭിച്ച പരാതിയിൽ പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ടെങ്കിലും കേസെടുത്ത് അന്വേഷണം നടത്താൻ വിജിലൻസിന് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള അനുമതി ലഭിക്കണം. GCDAയ്ക്കും ചെയർമാനുമെതിരെ വിജിലൻസ് അന്വേഷണം നടന്നാൽ അനുബന്ധമായി കൊച്ചി കോർപ്പറേഷനിലേക്ക് കൂടി അന്വേഷണം നീളും. ഉമാ തോമസ് MLAയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ കോർപ്പറേഷനുണ്ടായ വീഴ്ചയുടെ തെളിവുകളും പുറത്തു വന്നിരുന്നു. സാംസ്കാരിക പരിപാടിയായതിനാൽ PPR ലൈസൻസ് ഫീസ് ഈടാക്കേണ്ടതില്ലെന്ന തീരുമാനം അപകടത്തിന് ശേഷമാണ് എടുത്തതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ബന്ധപ്പെട്ട ഫയലുകളും കുറിപ്പുകളും. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതികളുള്ള GCDAയ്ക്കും കൊച്ചി കോർപ്പറേഷനുമെതിരെ അന്വേഷണം നടക്കുന്നതിനോട് സർക്കാരിന് അനുകൂല നിലപാടാകില്ല. എന്നാൽ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരാൻ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ്. ജനം, കൊച്ചി.